റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വരുമ്പോൾ ഒരു സീറ്റിൽ കാര്യമായി ഇരുന്ന് ശരീരം ഇങ്ങനെ നക്കി തുടച്ച് നല്ല വൃത്തിയാക്കുന്ന ഒരാളെ കണ്ട്. പിന്നെ അവൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. എൻ്റെ മുന്നിലോട്ട് അവനെ അന്വേഷിച്ച് പോയതാ. പക്ഷെ അവൻ എവിടെയോ പോയതാ. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അത് എവിടുന്നോ വന്ന് എൻ്റെ കാലിൻ്റെ അവിടെ ഇരുന്നു. ഞാനപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. എടാ നിനക്ക് ബിസ്ക്കറ്റൊക്കെ വേണോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവനൊരു മൈൻഡൊന്നും ഇല്ല. പിന്നെ കുറേ കഴിഞ്ഞ് കിടന്നിട്ടെല്ലാം ആയിട്ട് ഞാനിങ്ങനെ തുടരെ തുടരെ സംസാരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവൻ വന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു. അതായത് അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവനെ മടി കയറണം. അതിനു വേണ്ടി അവൻ എന്നെ തോണ്ടി വിളിച്ചത്. അപ്പോൾ ഓക്കെ ഓക്കെ എന്നിട്ട് എൻ്റെ മടിയിലേക്ക് കയറി ഇരുത്തി. കുറേ സമയം മടിയിൽ നിന്ന് എന്താ പറയുക, ഞാൻ ഇങ്ങനെ പുറക്കെ തടി കൊടുക്കുമ്പോൾ എൻ്റെ മടിയിൽ തന്നെ കിടന്ന് അതിനിടയിൽ തലയുയർത്തി നോക്കുകയും പിന്നെ ആരൊക്കെ കുരക്കുന്നുണ്ട്. പിന്നെ എന്നാലും പോകുന്നൊന്നുമില്ല. നല്ല നല്ല പറ്റുള്ള ഒരു നല്ല ഇനം നായി തന്നെയാണ്. സാധാരണ നാടൻ നായി അല്ല, ഇന്ത്യൻ നായി അല്ല, വേറെ നായിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവനെ ആരോ കൊണ്ടുപോയി ഉപേക്ഷിച്ചതാണ്. നല്ല മനുഷ്യപ്പറ്റുമുണ്ട്. ഒരുപാട് ക്രൗഡിൻ്റെ ഇടയിലൂടെ ആരും ഉപദ്രവിക്കാതെ ഇങ്ങനെ സ്നേഹത്തോടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് കുറേ സമയം കളിക്കുകയൊക്കെ ചെയ്തു. അതിനിടയിൽ അതുവഴി കടന്നു പോകുന്ന ചിലരെയൊക്കെ അവൻ കുരക്കുകയും അവർ തിരിച്ച് എന്താടാന്ന് പറയുമ്പോൾ തല താത്തി ഉറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അധികപക്ഷം എൻ്റെ കാലിൻ്റെ ഇടയിലുള്ള ആ സീറ്റിൽ തന്നെ, മുമ്പിലുള്ള സീറ്റിൻ്റെ ഇടയിലാണ് അവൻ കിടന്നത്. അങ്ങനെ കുറേ സമയങ്ങൾ അങ്ങനെ ഇങ്ങനെ കളിച്ച് കളിച്ച് കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വരും. അവൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ പിന്നാലെ അവൻ പോകും. പക്ഷെ സുഹൃത്തുക്കൾക്കൊന്നും ഇവനെ വലിയ മൈൻഡൊന്നുമില്ല. ഇവൻ അവരെ പിന്നാലെ വാലു ആട്ടി ആട്ടി ഇങ്ങനെ പോകുന്നുണ്ടാവും. അങ്ങനെ എൻ്റെ മടിയിൽ നിന്ന് അവൻ എന്താ പറയുക, ഞാൻ എത്രത്തോളം തടയുന്നു അത്രത്തോളം അവനിങ്ങനെ പറ്റി 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 നിൽക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഏതോ ഒരു വീട്ടിൽ ലാളിനേറ്റ് വളർന്നൊരു പാവം കുട്ടിയാണ്. ഏതെങ്കിലും സാഹചര്യം കൊണ്ട് അവർ ഉപേക്ഷിച്ചതായിരിക്കാം. ചിലപ്പോൾ അവരുടെ ആഗ്രഹമൊക്കെ തീർന്നിട്ടുണ്ടാവും. അതും ആകാൻ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ സുഹൃത്തിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അയ്യോ അവരൊന്നും ഒരു മൈൻഡും ഇല്ല. മൈൻഡില്ലാത്തായപ്പോൾ പിന്നെ ഞാൻ തന്നെ മൈൻഡ് എൻ്റെ അടുത്ത് തന്നെ വന്ന് അങ്ങനെ എന്നോട് വീണ്ടും പഴയ മാതിരികളെ കൊഞ്ചിക്കൊഴയിലും ഒക്കെയാണ്. ആ സമയത്ത് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ചിലരൊക്കെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിന്ന് നോക്കുന്നൊക്കെയുണ്ട്. ആ നോട്ടത്തിൽ തന്നെ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് അവരെന്നെ നോക്കുന്നതിന്. എനിക്കതൊന്നും മൈൻഡൊന്നുമില്ല. എനിക്കതൊന്നും ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ നല്ലവണ്ണം സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ടതുപോലെയും പരിഗണിക്കേണ്ടത് പരിഗണിച്ച് ഞാൻ മുന്നോട്ട് പോയി.